ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ആദ്യമായിട്ടിലെത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് ഫോൺ അലൗഡ് അല്ല. ലൈറ്റ് സെറ്റിങ്സിന് അലൗഡാണ്. ബാക്കി അല്ലാത്ത ടൈം നമ്മൾ ഫോൺ ക്ലോക്ക് റൂമിൽ വെക്കണം എന്ന് പറഞ്ഞു. ഫോണിന് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന എല്ലാം ഫോണിനകത്ത് മാക്സിമം കാണിച്ചു തരാം ഗൈസ്. ബാക്കി ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ 7:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. മിറാക്കിൾ മൈൻഡ് ഓഫ് സദ്ഗുരു. നമ്മൾ കയറി വരുമ്പോഴത്തേക്കിന് ആദ്യം കാണുന്നത് ഈ മെഡിറ്റേഷൻ റൂമാണ്. അപ്പോൾ അവിടുന്ന് ഒരു മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാനും നമ്മളത് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് സമയമില്ലാഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ അവിടെ വെയിറ്റ് ചെയ്യാൻ നിന്നില്ല, നമ്മളപ്പോഴേക്കും ഇറങ്ങി. ഇതാണ് ഇൻഫർമേഷൻ സെന്റർ. നഴ്സറി ഇതാണ്. അടിപൊളി. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ആദ്യമേ സ്റ്റാച്യൂൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ പശുവിന് പുല്ലൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവിടെ തന്നെ നമ്മൾ 50 റുപ്പീസ് കൊടുക്കണം. അപ്പം നമുക്ക് പഴവും പിന്നെ വേറെ എന്തോ ഒരു സംഭവം കൂടെ തരും. ഗുണ്ടണക്കത്തെ എന്തോ അത് നമ്മൾ ഇപ്പതാണ്ടേ നല്ല കാറ്റുണ്ട്. അതുപോലെ ചെറുതായിട്ട് മഴ പൊടിക്കുകയും ചെയ്യുന്നുണ്ട്. ചൂടുമുണ്ട്. പക്ഷേ ഒരു രക്ഷയില്ല, അടിപൊളി. ഭയങ്കര വലുത്. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര അടുത്ത് നിൽക്കുന്നതാണെന്നൊക്കെ തോന്നുന്നു. പക്ഷെ നമ്മൾ നടന്നിട്ട് എത്തുന്നില്ല. കാരണം അത്രയും വലിയ സ്റ്റാച്യു ഉണ്ട്. ഈ കാളകൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ സ്റ്റോളിൽ 50 റുപ്പീസ്, ഇവിടെ 50 റുപ്പീസ് കൊടുത്താൽ ഇവിടുന്ന് 3 പഴവും. ഇതിന് പറയുന്നത് നവധാന്യം, തവിട് കൊണ്ടുണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് നമ്മൾ കാളകൾക്ക് കൊടുക്കും. ദൂരെ കാളകൾ നിൽപ്പുണ്ട് കുറേ. അടിപൊളി, നല്ല ക്ലൈമറ്റ്. നമ്മൾ അങ്ങ് അവിടെ നിന്നാണ് നടന്നു വന്നത്. ഈ കൊളവണ്ടിയില് പോകുന്ന മഠത്തില് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഈ സ്റ്റാച്യൂവിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് കാളവണ്ടിയിൽ നമ്മൾ ഇഷ സെൻറ്ററിൽ പോകും. അവിടെ ഫ്രണ്ടിലായിട്ട് ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. 7 മണിക്ക്, എല്ലാ ദിവസവും 7 മണിക്കാണ് ലൈറ്റ് ഇടുന്നത്. നമ്മൾ ലൈറ്റിയൊക്കെ കണ്ടിട്ടാണ് പോകുന്നത്. അടിപൊളി. ടെമ്പററി ടാറ്റൂസ്. അവിടെ തേനീച്ചക്കൂട് ഗൈസ്, അതിൻ്റെ മുകളിലായിട്ട് കണ്ടോ തേനീച്ചക്കൂട് കണ്ടോ. ഇവിടുന്ന് മഠത്തിലേക്ക് റിക്ഷ വഴിയാണ് പോകുന്നത്. റിക്ഷ ഉണ്ട്, അല്ലാതെ വണ്ടി ഉണ്ട്. ഫീതൊക്കെ ആയിട്ട് ഗൈസ് ഞങ്ങൾ അടുത്ത മഠത്തിലോട്ട് പോകാൻ പോകുന്നത്. എങ്ങനെ നമ്മൾ പോകുന്ന കളവണ്ടിയിൽ. കാളവണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം.
അങ്ങനെ വണ്ടി കളവണ്ടി പോകുന്നതാണ്. വൈകാതിരിക്കുന്നു പാപ്പു ഹായ് പറ. അത് 7 മണിക്കാണ്. എന്തെങ്കിലുമൊക്കെ സംസാരിക്കേ. ഞങ്ങൾ അച്ഛൻ ബാക്ക് ചെയ്യുവാണ്. ഞങ്ങൾ അച്ഛൻ ഇവിടെ എല്ലായിടവും ഈ കുഞ്ഞു കുഞ്ഞു കടകളുണ്ട്. നമ്മൾ ഈ ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഫുഡായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ച് പുറത്തിറങ്ങി. അത്യാവശ്യം നല്ല ഫുഡാണ്, പക്ഷെ ക്വാണ്ടിറ്റി നല്ല കുറവാണ്. ഇത് ഈഷ സെൻറ്ററിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. ഇത് 3 ധാരി എങ്ങനെയാണ് 3 ദ്രാം പിറായി എറ്ററി. എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? ഇതാണ് മഠത്തിലേക്ക് പോകുന്ന വഴി ഗൈസ്. നല്ല തിരക്കുണ്ട്. ഫോൺ അലൗഡ് അല്ല. സോ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ നമ്മൾ ക്ലോക്ക് റൂമിൽ ഫോൺ വെച്ചിട്ടാണ് അകത്ത് കയറുന്നത്. ഗൈസ് അങ്ങനെ ഇഷ സെൻറ്ററിൽ നിന്ന് ഇറങ്ങി സ്നാക്സ് കഴിക്കുക. എന്ത് ഫുഡ് കഴിക്കാൻ എനിക്ക് തരുമോ? അങ്ങനെ ഇറങ്ങിയിട്ട് എന്ത് കഴിയുന്നില്ല ലച്ചുക്കുട്ടാ? കളാവോ? എല്ലാം കഴിഞ്ഞ് ലൈറ്റിംഗ് എല്ലാം കണ്ടു. അപ്പോൾ ഇനി നൈറ്റോടുകൂടി ഇറങ്ങി രാവിലെ മോർണിംഗ് 5 o'clock ആകുമ്പോഴത്തേക്കിനും കൊല്ലത്തെത്തും. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹൈ ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ ഇനി ബസ്സിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഇനി അപ്പോൾ രാത്രി യാത്രയില്ല. ബൈ. ഇതാണ്ട് നമ്മുടെ ബസ് അങ്ങനെ കിട്ടിയിരിക്കുന്നു. സഞ്ചപ്പൻ. ഇനി നമുക്ക് ആദ്യമെങ്കിൽ സ്റ്റേ എടുത്ത് വരണം. അതിൽ ബുദ്ധിമുട്ട് 2 ദിവസം സ്റ്റേ എടുത്തിട്ട് നല്ലോണം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ലല്ലേ? പെട്ടെന്ന് തേങ്ങിപ്പോയാണ് അല്ലേ? ഹൈ പുറയ്ക്ക് ഇനിയും വരുന്നുണ്ടെന്ന് ഇവിടെ. ഹായ് ഗായ്സ്, നമ്മളിവിടെ വന്നു കഴിക്കാൻ വന്നു. ലക്ഷ്യതാണ്ട് ഉറക്കം വരുന്ന മൂഡ് ഔട്ട് ആയിട്ടിരിക്കും ഗൈസ്. മൂഡ് പോയി എന്റെ ലറ്റിക്കുട്ടൻ മൂഡ് ഓഫ് ആയി. കാരണം എന്താ അറിയാവോ? ഉറങ്ങിക്കിടന്ന ലറ്റിക്കുട്ടനെ വണ്ടിയിൽ നിന്ന് എടുത്തോണ്ട് വന്ന് ഇരുത്തിയ നമുക്ക് ഫുഡൊന്നും വേണ്ട. ആർക്കെങ്കിലും ട്രിപ്പ് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.